വരും മാഡം. അല്ല, മീരയില്ലേ? മീര ഉണ്ട്. ആ. മീരേ, വാ അകത്തേക്ക് ഇരിക്കാം. മീരേ, ഇവിടെ ഇരിക്കാം മാഡം. മാഡം, വിഗ്രഹത്തിന്റെ കാര്യം അറിഞ്ഞപ്പോ മീരയെ വിളിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാ വിളിക്കാൻ മടിച്ചത്. കോടതിയുടെ ആ വിധി മീരയ്ക്ക് വലിയ ഷോക്കായിരുന്നു. പിന്നെ എന്തായാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ, വേറെ വഴിയില്ലല്ലോ. അവസാന നിമിഷം വരെ വലിയ പ്രതീക്ഷയായിരുന്നു മാഡം. ഒടുവിൽ ഇങ്ങനെയൊക്കെ ആവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? ആ വിഗ്രഹം നഷ്ടപ്പെടാനായിരുന്നു വിധി. അത് പോയി. ഇനിയിപ്പോ നമുക്ക് മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. അതെ, വളരെ ശരിയാണ് പറഞ്ഞത്. ആദർശ് വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഇങ്ങനെ അവന് സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇമോഷണലി ഒരുപാട് അടുത്തു പോയത് കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെടുമ്പോൾ അതാർക്ക് സഹിക്കാൻ പറ്റില്ല. മീരയുടെ സങ്കടം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കിപ്പോഴും അതിന്റെ ഷോക്ക് ശരിക്കും വിട്ടുമാറിയിട്ടില്ല. ആ വിഗ്രഹം തിരിച്ചു കിട്ടാൻ നമ്മളെ കൊണ്ടാവുന്നതെല്ലാം നമ്മൾ ചെയ്തു. എന്നിട്ടും അത് കിട്ടിയില്ല. ഇനിയും അത് ഓർത്ത് വിഷമിച്ചിരുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. ഞാൻ കുടിക്കാനെടുക്കാം. മനോജും അമ്മയൊക്കെ എന്തു പറയുന്നു? എന്തു പറയാനാ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടില്ലേ. കൃഷ്ണപുരത്തെ ആ സ്ഥലത്തെക്കുറിച്ച് സാവിത്രിയമ്മയ്ക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. കുട്ടിക്കാലത്ത് ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളല്ലേ. അവിടെ വീണ്ടും ക്ഷേത്രം വരുമെന്നും ആ ക്ഷേത്രത്തിൽ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ജന്മം സഫലമായി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാ നമുക്കിങ്ങനൊരു അടി കിട്ടിയത്. അതങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതി നമ്മൾ ആലോചിച്ച കാര്യം വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായില്ല, എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരു ക്ഷേത്രം, അതായത് നിങ്ങളുടെ കുടുംബക്ഷേത്രം, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ റിനോവേറ്റ് ചെയ്തെടുത്തൂടെ? ഇനി അങ്ങനൊരു ക്ഷേത്രം പുതുക്കി പണിതിട്ട് എന്താ കാര്യം? അവിടെ പ്രതിഷ്ഠിക്കാൻ വിഗ്രഹമില്ലല്ലോ. ഞാൻ പറയാൻ പോകുന്നത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അതെന്താന്ന് വെച്ചാൽ, ആദർശ് പറയുന്നത് എന്താന്ന് വെച്ചാ, നമുക്കവിടെ പുതിയൊരു വിഗ്രഹം പ്രതിഷ്ഠിച്ചൂടെ എന്നാണ്. ഈശ്വരൻ സർവ്വവ്യാപിയായി എല്ലായിടത്തും ഉണ്ടല്ലോ. സർവ്വചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ഈശ്വരന്റെ ചൈതന്യം തന്നെയല്ലേ. പിന്നെന്തിനാണ് പഴയ വിഗ്രഹം തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത്? ഇനിയിപ്പോ വാശി പിടിച്ചാലും നമുക്കത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ. അത് ശരിയാ, ഇപ്പൊ പറഞ്ഞ നല്ലൊരു ആലോചന തന്നെയാ. ഞങ്ങളിത് കുറേ നേരം ആലോചിച്ച് നോക്കിയപ്പോൾ തോന്നിയൊരു കാര്യമാണ്. എന്തായാലും നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അത് പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്നതിലും നല്ലത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതല്ലേ. നഷ്ടപ്പെട്ടത് തലമുറകളായി ചെമ്പകശ്ശേരിയിൽ പൂജിച്ചിരുന്ന വിഗ്രഹം. തറവാട്ടിലെ കാരണവർക്ക് അദ്ദേഹത്തിന്റെ ഗുരുവാണ് ആ വിഗ്രഹം കൊടുത്തേന്നാ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ വിഗ്രഹം എനിക്ക് കിട്ടിയ ശേഷം ഞാനും അതുമായിട്ട് ഒരുപാട് അടുത്തു പോയതാ. പക്ഷേ ഇനി മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ മനസ്സ് തയ്യാറായല്ലേ പറ്റൂ. പുതിയൊരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാ. പക്ഷേ അത് കുടുംബക്ഷേത്രമായിട്ട് തന്നെ വേണമെന്നൊക്കെ മുത്തശ്ശിയോടും അങ്കിളിനോടും ആലോചിച്ചാലേ അറിയാൻ പറ്റൂ, അല്ലേ അച്ഛാ? അതെ, അതാണല്ലോ അതിന്റെ ശരി. മതി, പതിയെ മതി. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയാൽ മതി. എന്ത് തീരുമാനം എടുത്താലും അത് ഞങ്ങളെ അറിയിക്കുക. ശരി, അങ്ങനെ ചെയ്യാം. ബീനയുടെ കാലിന് എങ്ങനെയുണ്ട്? കുറവുണ്ട്. സൂരജ് ബീനയുടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. കാലിന്റെ പൊട്ടലിന്റെ അവസ്ഥ അറിയാൻ ഇന്നൊരു ചെക്കപ്പ് വെച്ചിട്ടുണ്ട്. എന്താ, നമുക്കിറങ്ങാമേ? ആ, അല്ല, മീരയുടെ കല്യാണക്കാരിയൊക്കെ എന്തായി? ആലോചനയൊക്കെ നടക്കുന്നു എന്നറിഞ്ഞു. ഒരാലോചന ഏതാണ്ട് ഉറപ്പിക്കാന്നുള്ള സ്റ്റേജ് വരെ ആയതാ. തൽക്കാലം അതൊരു പെൻഡിങ്ങിൽ വെച്ചിരിക്കുക.
ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ തീരുമാനം എന്തായാലും ഞങ്ങളെ അറിയിക്കുക. ശരി മാഡം. ശരി.